സദാ ബാലരൂപാവിഘ്നാദ്രിഹന്ത്രിം മഹാദന്തിവക്ത്രാപി പഞ്ചാസ്യമാന്യാ വിഹിന്ദ്രാദിമൃഗ്യ ഗണേശാഭിധാമീ വിദഗ്ധാം ശ്രീം കാവ്യ കല്യാണമൂർത്തിം. ഓം 51 അക്ഷരം ചേർന്നഴകിയ തനുവായി ദേഹമധ്യത്തിൽ നിന്നിട്ടമ്പിൽ സ്തംഭം കണക്കേ ശിരസി തലയുമായി ഉള്ളിലാറബ്ജമോടും വൻപിൽ പൊങ്ങം സുഷുമ്നയ്ക്കകമതിലുളവാം പത്മ ആറിങ്കലും ചേർന്ന് 51 ഒത്തുവാഴും ദളമതിലമരും വിദ്യപദ്യം തരേണം. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം വിശ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവദാ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സൽഗുരം ത്വം നമാമി. എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. സർവ ഭക്തമക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഈശ്വരകൃപയും ആയുരാരോഗ്യവും രോഗശാന്തി എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രസന്ന സന്തോഷം മക്കളെ. കാരണം എന്നും എന്നെ വിളിക്കത്തേ ഉള്ളായിരുന്നു. ഇപ്പം നന്നായി നന്നായിരിക്കുന്നതെന്നൊക്കെ നല്ല ഇത് എഴുതാൻ കമൻസ് എഴുതാനൊക്കെ നന്നായി പഠിച്ചല്ലോ, അത് സന്തോഷം. അതുപോലെ തന്നെ ജഗദമ്മ, ഞാൻ പറഞ്ഞത് മനസ്സിലാക്കിയതിൽ സന്തോഷം മക്കളെ. എന്തെങ്കിലുമൊക്കെ പറയുന്നത് മനസ്സിലാകുന്നത് അത്ര സന്തോഷമാണ്. ശ്രീല, രാധേ, കൃഷ്ണ മക്കളെ എല്ലാം സന്തോഷം തന്നെ. രുക്മിണി മോഹൻ അതുപോലെ നമസ്കാരം മക്കളെ. ജയാനിൽ അതുപോലെയാണ് സന്തോഷം മക്കളെ. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക ഞാനും. നിർമ്മല രമേഷ് നമസ്കാരം മക്കളെ. രാധ ശിവാനന്ദൻ, അതും രാധേ കൃഷ്ണ എന്ന് എപ്പോഴും എന്നെ വിളിക്കുമായിരുന്നു. ഇപ്പം തിരക്കൊക്കെയാണ്. നിർമ്മല പവിത്രൻ അതുപോലെ തന്നെ എല്ലാം മനസ്സിലാവും. ഒത്തിരി നാളുകൊണ്ടേ ഉള്ള മക്കളാണ്. നമസ്കാരം മക്കളെ. ബിജു അതും ഇതുപോലെ സന്തോഷം മക്കളെ. എല്ലാം എന്നെ വിളിക്കാറുണ്ട്, എനിക്ക് സന്തോഷം. ഗീതാ നായർ, അത് രാധേ കൃഷ്ണ സന്തോഷം മക്കളെ. എല്ലാവർക്കുടെയും അഭിപ്രായങ്ങളെല്ലാം ഭഗവാനിൽ അർപ്പിക്കുന്നു. പത്മകുമാരി നമസ്കാരം മക്കളെ. ജയശ്രീ ബാബു, അതും സന്തോഷം. എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും കമൻസ് എല്ലാം ഭഗവാനിൽ അർപ്പിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഇതിൽ കമൻസ് ഇല്ലാത്ത മക്കളെയും എല്ലാം പരമാത്മാവിൽ അർപ്പിക്കുന്നു. ഭാഗവതം വായിക്കുന്ന എല്ലാ മക്കളെയും ഈശ്വരനെ കടാക്ഷങ്ങൾ, ഈശ്വരൻ്റെ സ്നേഹം, കൃപ എല്ലാം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഹരിനാമ കീർത്തനം ചൊല്ലിട്ട് ഭാഗവതം വായിക്കാം. ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആങ്കാരമായതിനു താൻ തന്നെ സാക്ഷി, അതുബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യരൂപ ഹരിനാരായണായ നമ. നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, ഹരിശങ്കരായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമ. ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായുരിണ്ടൽ ഭേദമിണ്ടാവതല്ല. മമ പണ്ടേ കണക്ക് വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകയെങ്കലിഹ നാരായണായ നമ. നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, ഹരിശങ്കരായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമ. ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ, ഞാനെന്ന ഭാവം അത് തോന്നായ വേണം. ഇഹ തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമ.
അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണിനു കണ്ണു മനമാകുന്ന കണ്ണ് അതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കും അളവാനന്ദമെന്തു ഹരിനാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരിശങ്കരായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ ഹരിനാമ കീർത്തനം ഇതുര ചെയ്വതിന്നു ഗുരു അരുളാല ദേവകളും അരുൾ ചെയ്യുക ഭൂസുരരും നരനായി ജനിച്ചു ഭുവി മരണം ഭവിപ്പളവ് ഉര ചെയ്വതിന്നരുൾക നാരായണായ നമ ശ്രീമൂലമായ പ്രകൃതിങ്കൽ തുടങ്ങി ജനനാന്ത്യത്തോളം പരമഹാമായ തൻ്റെ ഗതി ജന്മങ്ങളും പല കഴിഞ്ഞാലുമില്ലവധി കർമ്മത്തിനും പരമനാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരിശങ്കരായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമ ഗർഭസ്ഥനായി ഭുവി ജനിച്ചും മരിച്ചും ഉദകപ്പോള പോലെ ജനനാന്ത്യേന നിത്യഗതി തൊൽഭക്തി വർധന ഉദിക്കേണം എൻ മനസ്സി നിത്യം തൊഴായി വരിക നാരായണായ നമ നത്താരിൽ മാനിനി മണാളൻ പുരാണ പുരുഷൻ ഭക്തവത്സലൻ അനന്താതിഹീനനിധി ചിത്തത്തിലച്യുത കളിപ്പന്തലിട്ടു വിളയാടിയിടുകൻ മനസ്സി നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരിശങ്കരായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമ പച്ചക്കിളി പവിഴപാൽ വർണ്ണമുത്ത നിറം ഇച്ഛിപ്പവർക്ക് ഷടാധാരം കടന്നുപരി വിശ്വസ്ഥിതി പ്രളയ സൃഷ്ടിക്കു സത്വരജ സമോദഭേദ ഹരി നാരായണായ നമ തത്വത്തിനുള്ളിൽ ഉദയം ചെയ്തിടുന്ന പൊരുൾ എത്തിയിടുവാൻ ഗുരുപദാന്തേ ഭജിപ്പവന് മുക്തിക്കു തക്കൊരുപദേശം തരും ജനനമറ്റിയിടും അന്നവനു നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരിശങ്കരായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ എൻ പാപമൊക്കെ അറിവാൻ ചിത്രഗുപ്തനുടെ സമ്പൂർണ്ണ ലിഖ്യത ഗിരം കേട്ടു ധർമ്മപതി എൻ പക്കലുള്ള ദുരിതം പാർത്തു കാണും അളവമ്പോരുഘാഷ ഹരി നാരായണായ നമ നക്ഷത്രപംക്തികളും ഇന്ദുപ്രകാശവും ഒളിക്കും ദിവാകരനുദിച്ചങ്ങുയർന്നളവ് പക്ഷീഗണം ഗരുഡനെ കണ്ടു കൈതൊഴുതു രക്ഷിക്കയെന്നടിമ നാരായണായ നമ നാരായണ നമ നാരായണായ നമ നാരായണായ നമ ഹരിശങ്കരായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമ മൽപ്രാണനും പരനും ഒന്നെന്നുറപ്പവന് തൽപ്രാണദേഹവും അനിത്യം കളത്രധനം മൽപ്രാണനും പരനും ഒന്നെന്നുറപ്പവന് തൽപ്രാണദേഹവും അനിത്യം കളത്രധനം സ്വപ്നാദിയിൽ ചിലതു കണ്ടങ്ങുണർന്നവനോടൊപ്പം ധരിക്ക ഹരിനാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരിശങ്കരായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമ. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് വസുദേവാദ്യ അനുനയനമാണ്. ഭഗവാൻ കംസനെയും ഒക്കെ വധിച്ചിട്ട് കൃഷ്ണൻ എന്താ ചെയ്തത്?
പിന്നെ വസുദേവരെയും അതായത് പിതാവിനെയും മാതാവിനെയും മുത്തച്ഛനെയൊക്കെ ചങ്ങലയ്ക്ക് അവർ ബന്ധസ്ഥനാക്കിയിട്ടേക്കായിരുന്നല്ലോ കംസൻ. അവരെല്ലാം മോചിപ്പിക്കാൻ പോയി, അനുനയിപ്പിക്കാൻ പോയി. ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറയും, ആദ്യമായിട്ട് കാണുകയല്ലേ. അപ്പോൾ ഭഗവാൻ ചെല്ലുമ്പോൾ ഈ അമ്മയ്ക്കും അച്ഛനും ഒക്കെ എന്താ അവരുടെ ഉള്ളത്തിൽ സ്വന്തം കുഞ്ഞാണ് വന്ന് നിൽക്കുന്നതെന്നുള്ള ഒരു അത് അവരുടെ ഉള്ളത്തിൽ നിന്ന് വിഷമമാണ്. അവർ ഈശ്വരനെ കാണുന്ന പോലെ കാണുന്നത്. കാരണം അവിടെ എല്ലാവരും അങ്ങനെയാണല്ലോ കണ്ടത്. ആ അത്ഭുതങ്ങളും നടന്ന സംഭവങ്ങളും മറ്റുള്ളവർ വർണ്ണിക്കുന്നതും എല്ലാം കേട്ടപ്പോൾ ആ അമ്മയുടെ ഉള്ളത്തിലെ കുഞ്ഞ് മകൻ എന്നുള്ള ഇത് മാറിട്ട് സാക്ഷാൽ പരബ്രഹ്മമായിരിക്കുന്ന ഭഗവാനെ തന്നെ അവർ ഓർത്ത് നിൽക്കുന്ന കൃഷ്ണൻ ചെന്ന് അവരെ വന്ദിച്ചു നമസ്കരിച്ചു, പാദത്തിൽ വീണ് നമസ്കരിച്ചപ്പോൾ അമ്മയും അച്ഛനും അത് വന്ദിച്ചു നിൽക്കുന്നു, നന്ദിച്ചില്ല. അതിന് പകരം സ്നേഹം കൊടുക്കുക, ആ മകൻ എന്നുള്ള സ്നേഹം അല്ല, വന്ദിച്ചു. പ്രാർത്ഥനയിൽ കൂടി അവർ ഭഗവാനുള്ള ചിന്തയിൽ അവർ നിൽക്കുന്നു. അപ്പോൾ ഭഗവാന് മനസ്സിലായി അവരുടെ ഉള്ളത്തിലും ഒരു കുഞ്ഞിനെ ലാളിക്കുന്ന സ്നേഹമൊക്കെ കെട്ടടങ്ങും, അത് ആ ഉള്ളത്തിലുണ്ടെന്ന് ഭഗവാൻ അറിയാം. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? പിന്നെ എന്താ പറയുക, നന്നൊക്കെ വിചാരിച്ച് കാണെങ്കിലോ മാതാവിനും പിതാവിനും പരമാർത്ഥം ചേതസി നന്നായി ഗ്രഹിച്ച് ഭഗവാൻ മനസ്സിലാക്കി അമ്മയുടെ അച്ഛൻ്റെ ഉള്ളത്തിൽ എന്താണ് അപ്പോൾ പ്രവർത്തിക്കുന്നതെന്ന്. കാരണം ഒരു മാതാവെന്ന നിലയിലല്ല, ഒരു ഭക്ത, അത് ഈശ്വരൻ്റെ ഒരു ഭക്ത എന്ന നിലയിൽ വന്ദിച്ച് ഭഗവാൻ നിൽക്കുകയാണ്. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? മായ കൊണ്ട് അത് മറച്ചു പിടിച്ചു, എന്നിട്ട് മോഹിപ്പിച്ചു. ഒരമ്മയാണ്, അച്ഛനാണ്, ഇത് മകനാണെന്നുള്ള ചിന്ത വരത്തക്കൊണ്ടും ഭഗവാൻ നന്നായി അഭിനയിച്ചു. എങ്ങനെയാ? നന്നായി ഉള്ളിതെല്ലാം ഓർത്തുകൊണ്ട് മുകുന്ദൻ മായയാ നന്നായി മറച്ചു മോഹിപ്പിച്ച് ചൊല്ലുന്നു. എല്ലാം മറച്ചു പിടിച്ചു. ഭഗവാന്റെ അത്ഭുതങ്ങളോ മറ്റതൊക്കെ മറച്ചിട്ട് പിഞ്ചു കുഞ്ഞ് സ്വന്തം മാതാവിനടുക്ക് ചെന്ന് എന്താ പറയാ, അതുപോലെ ഭഗവാനെല്ലാം മോഹിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? മായൽ അതും ഇതൊക്കെ പറഞ്ഞ് അമ്മ അച്ഛനെല്ലാം പറഞ്ഞു തരുമ്പോൾ അവരുടെ ഉള്ളത്തിലെ ആ ഒരു ഭക്തിയായിട്ട് നിൽക്കുന്ന ആ ഒരു ഈശ്വരനോടുള്ള ആ ഒരു വന്ദനം അതെല്ലാം ഉള്ളിൽ നിന്ന് മാറ്റാൻ വേണ്ടി ഭഗവാൻ നല്ല അടവ് പ്രയോഗിച്ചു. അതാണ് മായയാ നന്നായി മോഹിപ്പിച്ച് ചൊല്ലുന്നു. ഭഗവാൻ പറയുന്നു, മാതാക്കളെ ഓർത്ത് കണ്ടിടുകിൽ താതനാകുന്നത് ഈശ്വരനാണ്, അമ്മയോ ഈശ്വരിയാണ്. ഞങ്ങൾക്ക് ഒരു മകൻ അമ്മയ്ക്ക് വേണ്ട ശുശ്രൂഷ ചെയ്യാൻ ഞങ്ങൾക്കും പറ്റിയില്ല. അതുപോലൊരു കുഞ്ഞുങ്ങളെ, ഒരു സ്വന്തം മക്കളെ ലാളിക്കാനുള്ള അവസരം അമ്മയ്ക്കും അച്ഛനും ഉണ്ടായില്ല. ഇതൊക്കെ അങ്ങോട്ട് പറയുമ്പോൾ അവിടെ ഉള്ളത്തിൽ നിന്ന് ആ യഥാർത്ഥമായി വെച്ചുകൊണ്ടിരുന്ന ആ ഒരു ഈശ്വരനുള്ള ആ ഒരു ചിന്ത മാറ്റാൻ വേണ്ടി ഭഗവാൻ അവിടെ മായ പ്രയോഗിക്കുന്നു. ഇങ്ങനെ പറയുമ്പോൾ അമ്മയുടെ ഉള്ളത്തിൽ സ്വന്തം മകനെന്നുള്ള വാത്സല്യം ഉണ്ടാക്കി എടുക്കുന്നു. ആ വാത്സല്യത്തെ അവർ മാറ്റി പിടിച്ചുകൊണ്ട് ഭഗവാനാണല്ലോ നമ്മുടെ കുഞ്ഞ് മകനെന്നുള്ള മാറ്റിയിട്ട് ഈശ്വരനാണല്ലോ മുമ്പിൽ നിൽക്കുന്നത് എന്നൊരു ചിന്ത വന്നുപോയി. അതിനെ മാറ്റി പിടിച്ചില്ലെങ്കിൽ ആ ഹൃദയത്തിൽ എങ്ങനെ കെട്ടടങ്ങും? സ്വന്തം മകനെ ലാളിക്കാതിരുന്നാൽ ഉള്ളത്തിൽ പടയ്ക്കത്തില്ലേ? അതുകൊണ്ട് ഭഗവാൻ അവിടെ എന്ത് ചെയ്തു? അമ്മയും അച്ഛനും പിതാവും അതായത് ഈശ്വരനും ഈശ്വരിയാണ്. ആകയാൽ നിങ്ങളെ ശുശ്രൂഷ ചെയ്യുവാൻ യോഗമുണ്ടായില്ല ഞങ്ങൾക്ക്. ഇതിനു മുമ്പേ ഞങ്ങൾക്ക് അതിനുള്ള അവസരം കിട്ടിയില്ലല്ലോ. അമ്മേ അച്ഛാ, ശൈശവ ലീലകൾ കണ്ട് മോദിപ്പാനും ഈശ്വരൻ വിധിച്ചില്ല. നിങ്ങൾക്കും ഇങ്ങനെ ഞങ്ങൾ കുഞ്ഞുങ്ങളായിരുന്ന ശീലങ്ങൾ, ഞങ്ങളുടെ കുഞ്ഞു ശരീരത്തിൽ ശിശുക്കളായ ശൈശവകാലത്തുള്ള ഞങ്ങളുടെ കളികൾ ലീലകളെല്ലാം കാണാൻ അമ്മയ്ക്കും അച്ഛനും പറ്റിയതും ഇല്ലല്ലോ. അപ്പം നിങ്ങൾക്കും നഷ്ടം, ഈ കുട്ടികൾക്കും നഷ്ടം. ഇതെല്ലാം ഈ കൃഷ്ണൻ പറയുന്നു. കാലക്രമഭേദമായതൊക്കെയും ബാല്യകാലേ പിതൃമാതൃജനങ്ങളും ലാളിക്കും സൗഖ്യമുണ്ടായില്ല ഞങ്ങൾക്കും. ബാല്യകാലത്തിൽ അമ്മയുടെ അച്ഛൻ്റെ അടുക്കരുന്ന് ഞങ്ങൾക്കും കൊഞ്ചിക്കൊഴയാനോ ഞങ്ങൾക്ക് അമ്മയുടെ അച്ഛനെ ലാളന കിട്ടാനോ ഞങ്ങൾക്കും സാധിച്ചില്ലല്ലോ എന്ന് ആ മകൻ പറയുന്നു. ആളുകൾക്ക് ഐഹിക പാരത്രികത്തിനും കാരണമാകുന്ന ദേഹം ജനിപ്പിച്ചു. ഈ ലോകത്തിലും വരാനുള്ള ലോകത്തിലുള്ള നമ്മുടെ ദേഹങ്ങളെല്ലാം നമ്മുടെ മാതാപിതാക്കൾ ഞങ്ങളെ ജനിപ്പിച്ചു. ബലരാമനെയും കൃഷ്ണനെയും ഈ ഐഹികം ഈ ലോകത്തിൽ ജീവിക്കാനും പരലോകത്തിൽ ആധ്യാത്മികമായ അതിനും വേണ്ടി അമ്മയും അച്ഛനും ഞങ്ങൾക്ക് ദേഹം തന്നു. കാരുണ്യമോട് ഞങ്ങളെ വളർക്കുന്ന താതനും ഞങ്ങളുടെ അത്രമാത്രം സ്നേഹത്തോടെ വളർക്കുന്ന ഈ അച്ഛനും അമ്മയ്ക്കും തുഷ്ടി ചെയ്തിക മേൽക്കുമേൽ ചേതന വേർപെട്ടു പോവോളം ഇങ്ങനെ മേവുകിലും മതിയായി വരാൻ നമ്മുടെ ജീവൻ അറ്റു പോകുവോളം എത്ര ചെയ്താലും അമ്മയ്ക്കും അച്ഛനും മക്കളോട് ചെയ്യേണ്ട സ്നേഹം ഒരിക്കലും കൂടുന്നില്ല, കുറയത്തില്ല. ചേതന അത് ജീവൻ പോകുന്നവരെയും അമ്മയ്ക്കും അച്ഛനും കുഞ്ഞുങ്ങളെ എത്ര വളർന്നാലും കാലം
എത്രമാത്രം പിന്നെ സമയങ്ങൾ കാലഭ്രമ ഭേദമായതൊക്കെ നമുക്ക് എത്രമാത്രം കാലങ്ങൾ പൊക്കോണ്ടിരുന്നാലും വർഷങ്ങൾ കഴിഞ്ഞാലും മക്കൾ വളർന്നായാലും അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹങ്ങൾ ഈ മക്കളെന്നുള്ള സ്നേഹം മാതാവിനും തുഷ്ടി ചെയ്തിക മേൽക്കുമേൽ ചേതന ശരീരത്തിൻ്റെ ജീവൻ പോയാലും വേർപെട്ട് പോകണം ഇങ്ങനെ മേവുകലും മതിയായി വരാം. അച്ഛനും അമ്മയ്ക്കും ഒട്ടും മതിയാകത്തില്ല, മക്കളും അതുപോലെ തന്നെ വേണം. അതുകൊണ്ട് അച്ഛനും അമ്മയ്ക്കും ഒരിക്കലും മതി വരത്തില്ല. മക്കളെ കണ്ട് സ്നേഹം തീരാൻ ഒരിക്കലും അത് സാധ്യമല്ല. എത്ര മരിക്കോളം അങ്ങനെ തന്നെയാണ്. അതെല്ലാം അമ്മയ്ക്കും അച്ഛനും ഈ കൃഷ്ണൻ ഇതിവിടെ നിന്ന് പറയുക. കാരണം എന്താ, ഇവിടെ ഈശ്വരനുള്ള ആ ഒരു ചിന്ത അവരുടെ ഉള്ളിൽ നിന്ന് പോകാൻ. കാരണം അവർക്ക് സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിക്കണ്ടേ, മക്കളല്ലേ. അതുകൊണ്ട് പുത്രൻ പിതാക്കളെ തങ്ങളാലാവണം. അപ്പോൾ എന്ത് വേണം, ഒരു മകനായാൽ പുത്രൻ പിതാക്കളെ തങ്ങളാലാവണം. നമ്മളെ കൊണ്ട് എങ്ങനെ ഒക്കുന്ന ഒരു മകന് പ്രത്യുപകാര ശുശ്രൂഷ ചെയ്യണം. അങ്ങനെ മരണം വരെയും സ്നേഹിക്കുന്ന അമ്മയും അച്ഛനെയും ഒരു പുത്രൻ ചെയ്യേണ്ട കടമ മാതാപിതാക്കളെ ശുശ്രൂഷ ചെയ്യണം. ഭുക്തങ്ങൾ അർത്ഥ അഭ്യംഗങ്ങൾ എന്നിവ ശക്തി പോലെ സർവം ചെയ്യുവാൻ ഉത്തമനാണ്. എന്താണ് അമ്മയ്ക്ക് വേണ്ടുന്ന ആഹാരങ്ങളും അവരുടെ ശുശ്രൂഷകളും അവർക്കുള്ള പിന്നെ അവർക്ക് വേണ്ട ധനങ്ങളും അവർക്ക് എന്താണ് ആവശ്യങ്ങൾ, ഇതെല്ലാം ശക്തി പോലെ ഒരു മകൻ്റെ മകൻ്റെ ധനത്തിന് എങ്ങനെ ഒക്കുന്നത് പോലെ അധികപ്പറ്റ് ഉണ്ടാക്കി കൊടുക്കണമെന്നില്ല, എങ്ങനെയാണ് പറ്റുന്നത് അതുപോലെ അമ്മയ്ക്കും അച്ഛനും ചെയ്യുന്നവനാണ് ഉത്തമൻ. ആ മകൻ്റെ യഥാശക്തി പോലെ എത്രമാത്രം അമ്മയും അച്ഛനെയും ശുശ്രൂഷിക്കാനും അവരുടെ ആഹാരങ്ങളും അവരുടെ വസ്ത്രങ്ങളും അവരുടെ ശുശ്രൂഷ എല്ലാം എങ്ങനെ പറ്റും, അതുപോലെ ചെയ്തില്ലെങ്കിൽ അധമന. അതുകൊണ്ട് ഉത്തമന്മാരെന്താ അത് ചെയ്യണം, ഇത് ഭഗവാൻ പറയുന്നു. അമ്മയുടെ അച്ഛനുടെ പറയുവാണ്. ശക്തി പോലെ സർവ്വം നമ്മൾ യഥാശക്തി പോലെ ചെയ്താൽ മതി. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഉത്തമനാകുമോ? ഒരു മകൻ ഉത്തമനാവണമെങ്കിൽ മാതാപിതാക്കൾക്ക് മരണം വരെയും മക്കളെന്നുള്ള സ്നേഹം മതി വരത്തില്ല. അത് ഭഗവാൻ പറയുന്നു. ഒരിക്കലും അമ്മയുടെ അച്ഛൻ്റെയും ആഗ്രഹം നിൽക്കത്തില്ല. മക്കളെ കണ്ട് കൊതി തീരത്തില്ലെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. മാമ്പു കണ്ടും മക്കളെ കണ്ടും കൊതിക്കലെന്ന് പറഞ്ഞതുപോലെ അതങ്ങനെ ലോക സ്വഭാവമാണ്. പ്രസവിച്ച അമ്മയ്ക്ക് അത് അറിയൂ, അച്ഛനും അമ്മയ്ക്ക് അത് അറിയത്തുള്ളൂ. അപ്പം അതുകൊണ്ട് യഥാശക്തി പോലെ തിരിച്ച് പ്രത്യുപകാരമായി ആ തള്ളയ്ക്കും തന്തയ്ക്കും ചെയ്യണം. ഒരു പുത്രനാണെങ്കിൽ അത് ഉത്തമനാവണം. ഇങ്ങനെ അങ്ങനെ ചെയ്യാത്ത ഒരു മകൻ എങ്ങനെയാണ് അവൻ്റെ മാംസത്തെ അങ്ങ് നരകേ ഗമിച്ച് പൂജിക്കണം. അവൻ തന്നെ തിന്ന് കനക്കുന്ന ആ മാംസം അമ്മയ്ക്കും അച്ഛനും കൊടുക്കാതെ മാതാപിതാ ഗുരു മിത്രങ്ങളും സഹോദരങ്ങൾക്കും അമ്മയ്ക്കും അച്ഛനും എല്ലാം നമ്മൾ അങ്ങനെ ചെയ്തു ജീവിക്കുന്നെങ്കിൽ മാത്രമേ നമ്മൾ നരകയെ പോവാതിരിക്കൂ. അല്ലാത്തവൻ എന്ത് വരുന്നു, നരകയെ ഗമിച്ച് തൻ്റെ മാംസത്തെ ഭുജിക്കണം. നമ്മൾ ഇതൊക്കെ ഒന്നില്ല വായിച്ചതാ. അതുകൊണ്ട് ജനനീ ജനക പതിവ്രത ഭാര്യയും നമ്മൾ ഇവിടം വരെ വായിച്ചതിന് കണ്ടു വായിക്കാം, അത് മറന്നുപോയി. പുത്രൻ പിതാക്കളെ തങ്ങളാലാമണ്ണം പ്രത്യുപകാര ശുശ്രൂഷകൾ ചെയ്യണം. ഭുക്തങ്ങളർത്ഥ അഭ്യംഗങ്ങൾ എന്നിവ ശക്തി പോലെ സർവം ചെയ്വനുത്തമൻ. ഇങ്ങനെ ചെയ്യാതവൻ തൻ്റെ മാംസത്തെ അങ്ങു നരകേ ഗമിച്ചു ഭുജിക്കണം. ജനനീ ജനകപതിവ്രത ഭാര്യയും തനയ ശിശു വിപ്ര സൽഗുരുഭൂതരും നിസ്സാരമെങ്കിലും ആശ്രയിച്ചോർകളെ ഉത്സാഹമോട് രക്ഷിച്ചിടുക വേണം. ജനനി അമ്മ, ജനക പിതാവ്, പതി ഭർത്താവ് അല്ലെങ്കിൽ ഭർത്താവിനാണെങ്കിൽ ഭാര്യ, വ്രതശുദ്ധിയോടുള്ള ഭാര്യയും അത് ഭർത്താവായാലും അതുപോലെ തന്നെ ഭാര്യ ഓപ്പോസിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ. ഒരു പുരുഷനും സ്ത്രീക്കും വേണ്ടുന്നതാണ്. അപ്പോൾ ഭർത്താവിനോടും അതുപോലെ വ്രതശുദ്ധിയോടുള്ള ഭാര്യയും തനയ മക്കളും ശിശു കുഞ്ഞുങ്ങളും വിപ്ര ബ്രാഹ്മണര് സൽഗുരു ഭൂതരും, ഇങ്ങനെ സൽഗുരുക്കന്മാർ ഇങ്ങളെല്ലാ ഭൂതരും ഈ ഭൂമിയിലുള്ള ഇതെല്ലാം അടങ്ങും. അപ്പോൾ എല്ലാ ഗുരുക്കന്മാരും കുട്ടികളും അമ്മയും അച്ഛനും ഭർത്താവും ഭാര്യയും തനയൻ മക്കളും ശിശു കുഞ്ഞുങ്ങളും എല്ലാവരും വിപ്ര ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരും സൽഗുരു ഭൂതരും എല്ലാവരും എന്ത് വേണം, നിസ്സാരമെങ്കിലും അവർക്ക് വലിയ കഴിവില്ല എങ്കിൽ പോലും അമ്മയ്ക്കും അച്ഛനും ഇപ്പം എത്രയോ സ്ഥലങ്ങളിൽ നിവൃത്തിയില്ലാതെ ആട്ടോ ഓടിച്ചോ അല്ലെങ്കിൽ മറ്റ് തൊഴിൽ ചെയ്തോ എത്രയോ പിതാക്കന്മാർ കഷ്ടപ്പെട്ട് മക്കളെ വളർത്തി നല്ല നിലയ്ക്ക് കുഞ്ഞുങ്ങളാണ്. ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് IAS ഏതൊക്കെ നല്ല നല്ല പഠിത്തങ്ങൾ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ആ പിതാവിനും മാതാവിനും വിദ്യ ഇല്ലെങ്കിലും നിസ്സാരമെങ്കിലും നമ്മൾ എങ്ങനെ കാണണം,
അമ്മയെ അമ്മയെ പോലെ തന്നെ കാണണം. അവർക്ക് വിദ്യ കുറഞ്ഞാലും ചിലപ്പോൾ അവർക്ക് ധനം കുറഞ്ഞെന്നിരിക്കും, സൗന്ദര്യം ഇല്ലെന്നിരിക്കും. എല്ലാം കൊണ്ട് നമ്മൾ ഒരു മകനും മകളും അങ്ങനല്ല ചിന്തിക്കേണ്ടത്. അവരെ അമ്മ ദൈവത്തെ പോലെ തന്നെ അമ്മയെ കാണണം. നിസ്സാരമെങ്കിലും ആശ്രയിച്ചവർകളെ അവർ മക്കളെ ആശ്രയിക്കും. വയ്യാതെ വരുമ്പോൾ ഇങ്ങനെ ഒരു ഒന്നും ഇല്ലെങ്കിലും, മാതാവിനും പിതാവിനും ഒന്നും ഒരു ശേഷിയോ ഇല്ലെങ്കിൽ, നിസ്സാരനാണെങ്കിൽ പോലും മക്കൾ ഉയർന്ന നിലയിലാണ് ആയിരിക്കാം, ചിലപ്പം താണ ഒന്നും ഇല്ലാതെയും വരാം. എങ്കിലും ഉള്ളത് പങ്ക് അമ്മയും അച്ഛൻ നിസ്സാരമാണെങ്കിലും ആശ്രയിച്ചവർകളെ മക്കളെ എന്നുള്ള ചിന്തയിൽ ആശ്രയത്തിന് വേണ്ടി വന്ന് നിൽക്കും. അയ്യോ എൻ്റെ മക്കളെ, ഞങ്ങൾക്ക് മറ്റാരും ഇല്ല, മക്കളല്ലാതെ ആരുമില്ല ആശ്രയത്തിന് എന്ന് അവർ വന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഉത്സാഹമോട് രക്ഷിച്ചിടുക വേണം അവരെ. അമ്മയ്ക്കും അച്ഛനും കെൽപ്പോ കിടയോ ഇല്ലാതിരിക്കാം, ചിലപ്പോൾ വയ്യാതാവാം, ചിലപ്പോൾ വിദ്യ ഇല്ലാത്ത അജ്ഞാനികളാവാം, മക്കൾക്ക് വിദ്യ ഉണ്ടെന്നിരിക്കും. ചിലർക്ക് വിദ്യ ഉള്ളവരുടെ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ അമ്മയും അച്ഛനും ചെല്ലുന്ന വെറും പുച്ഛമായിട്ട് തള്ളുന്നവരുണ്ട്. എന്തിനാ ഇങ്ങോട്ട് വന്നത്, എല്ലാവരും കാണത്തില്ലേ നിങ്ങളുടെ കോലോ വേലോ എന്നൊക്കെ പറഞ്ഞ് തള്ളുന്നവരുണ്ട്. ഇല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് വൃദ്ധസ്ഥാനത്തിൽ കളയും. ഇതൊക്കെ നോക്കുമ്പോൾ അമ്മയും അച്ഛനുള്ള സ്നേഹം ഉണ്ടെങ്കിൽ അവർ എങ്ങനെ ആയാലും അവരെ രക്ഷിക്കും. നല്ല മക്കൾ ഉത്തമന്മാരങ്ങനെയാണ്. അതുകൊണ്ട് നിസ്സാരമുള്ളവരാണെങ്കിലും ശേഷിയില്ലാത്തവരാണെന്ന് അതിൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ പോലും ആശ്രയിച്ചവർകളെ, മക്കളല്ലാതെ മറ്റാരും വയസ്സുകാലത്തില്ല, അങ്ങനെ ആശ്രയം വന്ന് നിൽക്കും. നോക്കുമ്പോൾ അവരെന്ത് ചെയ്യണം? മാതാപിതാക്കളെ ഉത്സാഹമോട് രക്ഷിക്കണമെന്ന സന്തോഷത്തോടെ അവരെ നോക്കണമെന്നാണ് കിടക്കുന്നത്. യുദ്ധമല്ലാതെ അവർ ജീവിച്ചിരിക്കുന്നത് ഉത്തമമല്ല, ശവശരീരങ്ങളാം. അങ്ങനെ ചെയ്യാത്ത മക്കൾ എങ്ങനെയാ? അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഉത്തമമല്ല, കൊള്ളരാത്ത മക്കളാ. അവരെങ്ങനെ? ശവശരീരങ്ങളാണ്. അമ്മയും അച്ഛനെയും ഗുരുക്കന്മാരെയും കുഞ്ഞുങ്ങളെയും മക്കളെയും ഇങ്ങനെ ഭാര്യയും ഭർത്താവ് അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കാതെ വ്രതശുദ്ധിയോടുകൂടിയ പതിവ്രതകളെ ആണ് പറഞ്ഞേക്കുന്നത്. അല്ല വല്ലവൻ്റെയും കൂടെ ഇറങ്ങി ഓടുന്ന ഭാര്യയോ വല്ല രീതിയിലും ഭാര്യയ്ക്ക് ചേരാത്ത ഭർത്താവ് കുടിയന്മാരോ ഒക്കെ ആണെങ്കിൽ അങ്ങനെയുള്ളവരല്ല. പതിവ്രത എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല പതിവ്രത ഭാര്യ. അപ്പോൾ നല്ല ഭാര്യമാരെ നോക്കിയാൽ മതി. അല്ലാത്ത കൊള്ളരാത്ത ഭാര്യ അത് തിരിച്ചും അങ്ങനെ തന്നെയാണ്. അതിന് ദോഷമില്ല. നമുക്ക് ചേരാത്തതാണോ ചേർച്ച വേണ്ട. അതുകൊണ്ട് ഇവിടെ ജനനി ജനക പതിവ്രത ഭാര്യയും. അപ്പം നല്ല സ്ത്രീകൾ ഭാര്യമാരുണ്ട്, അവരെയും തനയ ശിശു വിപ്ര സൽഗുരു പുതൻ. അപ്പോൾ ഒരു പുരുഷനാമ അവിടെ പതിവ്രതയായ സ്ത്രീകളെ നോക്കാനാണ് പറഞ്ഞേക്കുന്നത്. പതിവ്രത വെച്ചാൽ ആ ഭർത്താവിനെ ദൈവത്തെ പോലെ കാണുന്നതും ഭർത്താവിൻ്റെ ഗുണം കൊണ്ടായിരിക്കും. അപ്പോൾ ആ ഭർത്താവ് അതുപോലെ ആ സ്ത്രീയെ നോക്കണം, ഭാര്യയെ നോക്കണം. അല്ലാത്തവരാണ് അവർക്കുള്ള ആശ്രയം ആരാ? ഈ പുരുഷനാ. അമ്മയ്ക്ക് ആശ്രയം അച്ഛനും ഭാര്യയ്ക്കും മക്കൾക്കെല്ലാം ഈ ഒരു പുരുഷനാണ് ആശ്രയം. അത് ചെയ്തില്ലെങ്കിൽ എന്ത് വരും? ഉത്സാഹമോടെ അവർ രക്ഷിച്ചില്ലെങ്കിൽ യുദ്ധമല്ലാതെ അവർ ജീവിച്ചിരിക്കുന്ന ഉത്തമമല്ല, അവർ ജീവിച്ചിരിക്കുന്നത് പോലും നല്ലതല്ല. അങ്ങനെയുള്ള പുരുഷന്മാർ മക്കൾ അവർ ശവശരീരങ്ങളാണ്. അത് ജീവനുണ്ടെങ്കിലും ചത്തതുപോലെയാണ്, ഉത്തമവും അല്ല. ആരും അങ്ങനെയുള്ള മക്കളെ ആരും ഉത്തമനെന്നൊന്നും പറയും. വെറും അധമൻ പോലും അല്ല, അത്രമാത്രം കൊള്ളരാത്ത ശവശരീരങ്ങളാണ്. അങ്ങനെയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, യഥാർത്ഥമായ നല്ല ഭാര്യമാരെ നോക്കണം. നല്ല ഭരിച്ച ഉത്തമയായ ഭാര്യമാരല്ല ഭാര്യമാരെന്ന് പറയുമ്പോൾ ഒന്നിലധികം. അങ്ങനെ എല്ലാ പുരുഷന്മാർക്കും എല്ലാ സ്ത്രീകളും അങ്ങനെ ഭാര്യമാരെന്നും ഭർത്താക്കന്മാരെന്നും പറയാമല്ലോ. അങ്ങനെയുള്ള എല്ലാം നോക്കിയില്ലെങ്കിൽ അവൻ എന്തായി മാറും? ശവശരീരങ്ങളാണ്, ചത്ത ശരീരം പോലെയാണ്. ആകയാൽ താവക പുത്രരാം ഞങ്ങളും ഗോകുലം തന്നിൽ അതിഗൂഢമായിക്കൊണ്ട് കംസ ഭയത്തിനാൽ വാഴുക മൂലമായി ഹംസപദയോഗ്യരായുള്ള നിങ്ങളെ ഞങ്ങളും ശുശ്രൂഷ ചെയ്യാതെ കാലങ്ങൾ മംഗലമല്ലിതോ വ്യർത്ഥമായി പോയതോ. ആകയാൽ ചെയ്ത അപരാധങ്ങളൊക്കെയും ബോധമുള്ളോരു നിങ്ങൾ പൊറുക്കേണമേ. ആ മകൻ പ്രാർത്ഥിക്കുകയാണ്. എന്താ പറയുന്നത്? ഇങ്ങനെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല, ആകയാൽ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ശവശരീരങ്ങളായി പോകും അമ്മേ, പിതാവേ, മാതാവേ. ഈ കൃഷ്ണൻ പറയുന്നു, ഇങ്ങനെ ഞങ്ങൾ ഉത്സാഹമോട് അമ്മയും അച്ഛനെ നോക്കാതിരുന്നാൽ ഞങ്ങൾ ശവശരീരങ്ങളായി പോകും. അതുകൊണ്ട് ഇവിടെ എന്ത് സംഭവിച്ചു? ആകയാൽ താവകപുത്രരായ ഞങ്ങളും നിങ്ങളുടെ പുത്രരായ ഞങ്ങൾ രാമനും കൃഷ്ണനും എന്തു പറ്റി? ഗോകുലം തന്നിൽ അതിഗൂഢമായി കൊണ്ട് രഹസ്യമായി ഞങ്ങൾ നന്ദഗോപുര, അതായത് ഗോകുലത്തിൽ രഹസ്യമായി ഞങ്ങൾ അവിടെ വാഴേണ്ടി വന്നെന്താ കാരണം? കംസനെ ഭയന്നിട്ട്. കംസ ഭയത്തിനാൽ എവിടെ വാണു?
മാതാവും പിതാവിനെയും ഉപേക്ഷിച്ചിട്ട് എവിടെ കൊണ്ടാക്കി? ഈ നന്ദഗോപരുടെ ഭവനത്തിൽ, അമ്പാടിയിൽ, ഗോകുലത്തിൽ. അപ്പോൾ അവിടെ വളർന്നത് കൊണ്ട് ഞങ്ങൾക്കിതൊന്നും പറ്റിയില്ലല്ലോ. ഞങ്ങൾ കംസനെ ഭയന്ന് ഞങ്ങൾ അവിടെ വാഴേണ്ടി വന്നത് കൊണ്ട് ഇതൊന്നും നടന്നില്ലല്ലോ അമ്മേ, മാതാവേ, പിതാവേ. ഹംസപദ യോഗ്യരായുള്ള നിങ്ങൾ മോക്ഷത്തിന് അർഹതയായാണ് അമ്മയും അച്ഛനും. ഈ എന്താ പറയുക, ദേവകിയും വസുദേവരും ഹംസപദ യോഗ്യരാണ്, മോക്ഷത്തിന് അർഹത ഉള്ളവരാണെന്ന് ഭഗവാൻ അറിയാം. അത്ര ഭക്തനും ഭക്തിയാണ് അമ്മയും അച്ഛനും. അങ്ങനെയുള്ള നിങ്ങളെ ഞങ്ങളും, അതായത് കൃഷ്ണനും രാമനും ശുശ്രൂഷ ചെയ്യാതെ കാലങ്ങൾ മംഗലമല്ല, ഇങ്ങനെ ഇത്രയും കാലം ഞങ്ങൾ ചെയ്യാൻ ഒത്തില്ലല്ലോ അമ്മേ. ഞങ്ങൾ കംസനെ ഭയന്ന് അവിടെ തന്നെ കഴിഞ്ഞു പോയല്ലോ ഗോകുലത്തിൽ. അമ്മയും അച്ഛനെയും ഒന്ന് കാണാനോ നിങ്ങൾക്ക് വേണ്ട ശുശ്രൂഷ ചെയ്യാനോ പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങളും ഹംസപദ യോഗ്യരായുള്ള നിങ്ങളെ ഞങ്ങളും ശുശ്രൂഷ ചെയ്യാതെ കാലങ്ങൾ മംഗലമല്ലിത് വ്യർത്ഥമായി പോയി, ഇത് വെറുതെ നഷ്ടപ്പെട്ടു പോയല്ലോ അമ്മേ. ഈ കംസൻ കാരണം ഇത് ഞങ്ങൾക്ക് പറ്റിയില്ലല്ലോ. ഞങ്ങളെ ബാല്യകാലങ്ങളിൽ എന്താ വേണ്ടത്? മാതാവിന് അത്രത്തോളം സ്നേഹത്തിൽ ആളിക്കാൻ ഒക്കുന്നില്ല പിതാവിനും. അതുപോലെ കുഞ്ഞിൻ്റെ കളികൾ കാണാനില്ല. അതുപോലെ ഈ കുട്ടികളോ കുഞ്ഞുനാളിൽ അമ്മയും അച്ഛനോടുള്ള സ്നേഹം അങ്ങനെയുള്ള ഒന്നും ഇവർക്ക് കിട്ടാനൊത്തില്ല. പക്ഷെ മകന് കിട്ടി. കാരണം നന്ദഗോപനും യശോദയും മക്കളെ പോലെ ആണ്ട് അവർക്കത് കിട്ടി. പക്ഷെ ഈ അമ്മയ്ക്ക് കിട്ടിയില്ലല്ലോ. അതുകൊണ്ട് കൃഷ്ണന് സത്യത്തിൽ കുഞ്ഞുനാളിൽ വേണ്ട സ്നേഹങ്ങളെല്ലാം അവർ കൊടുത്തതുകൊണ്ട് അങ്ങനെ മാതാവും പിതാവും അതല്ലെന്ന് അവർക്ക് അറിയുന്നുമില്ലല്ലോ. അതുകൊണ്ട് എന്തായാലും അവർക്ക് ലാളന കിട്ടി. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ ഒത്തില്ലല്ലോ. ഇത് മംഗലമല്ല, അത് ശരിയായ കാര്യമേ അല്ല. ഇത് ഞങ്ങൾക്ക് വ്യർത്ഥമായി പോയി, ഈ സമയങ്ങളെല്ലാം വെറുതെ പോയി. ആകയാൽ ചെയ്ത അപരാധങ്ങളൊക്കെയും ബോധമുള്ളവർ നിങ്ങൾ പൊറുക്കേണമേ. അറിവുള്ള അമ്മയും അച്ഛനും പൊറുക്കണമേ ഞങ്ങൾ ചെയ്ത അപരാധം. കൃഷ്ണനും രാമനും അപരാധം ചെയ്തു പോയമ്മേ, അത് ബോധമുള്ള നിങ്ങൾ അത് ഓർത്ത് പൊറുക്കണം. കാരണം കംസൻ കാരണമാണ് ഇങ്ങനെ ആയിപ്പോയത്. ഞങ്ങൾക്ക് അമ്മയ്ക്കും അച്ഛനും ശുശ്രൂഷ ചെയ്യാൻ പറ്റിയില്ലല്ലോ. കൃഷ്ണൻ്റെ മോഹനമായ വാക്യങ്ങളാൽ കൃഷ്ണ മാതാപിത മോഹിച്ചതേ ഏറ്റവും. അപ്പോൾ കൃഷ്ണൻ്റെ മോഹനമായ ഈ വാക്യങ്ങൾ, ഇതാണ് ചില ഭക്തന്മാർ പറയും, ഭഗവാനെ എന്നെ മോഹിപ്പിക്കരുതേ എന്ന് പറയുന്ന ഈ നല്ല നല്ല വാക്കുകൾ, വചനങ്ങൾ കേൾക്കുമ്പം അമ്മയുടെ അച്ഛൻ്റെ ഉള്ളത്തിൽ നിന്ന് ഈ ഈശ്വരനുള്ള ഇതങ്ങ് മാറും. ആത്മീയമായ അത് മാറിയിട്ട് ഇപ്പം പുത്രനുള്ള സ്നേഹം വന്ന്. ഇതാണ് മായ. ഈ മായയിൽ സംസാരിച്ച് കഴിയുന്നു. നമ്മളിങ്ങനെ ഈ ലോക ജീവിതത്തിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ വർണ്ണിക്കുമ്പോൾ ഏത് ഭക്തന്മാരുടെ ഉള്ളത്തിൽ നിന്ന് ഇങ്ങനെ തിരിഞ്ഞു വരും. അത് ഭഗവാൻ മനസ്സിലാക്കിയിട്ട് ഇവരുടെ മനസ്സിൽ നിന്ന് നേരെ ഓപ്പോസിറ്റാക്കി മക്കളും അമ്മയും അച്ഛനുള്ള സ്നേഹം കൊടുപ്പിച്ചു. അതാണ് കൃഷ്ണൻ്റെ ഈ മോഹനമായ ഈ വാക്യം കേട്ടപ്പോൾ കൃഷ്ണൻ്റെ മാതാപിതാ എന്ത് ചെയ്തു? എങ്ങനെ മോഹിച്ചു? മക്കളുള്ള സ്നേഹം വന്നു. അല്ലെങ്കിൽ എന്താ, ഈശ്വരനുള്ള സ്നേഹമാണ് വന്നത്. വന്ദിക്കുക ചെയ്യുന്നത്, നന്ദിച്ചില്ല. പാദത്തിൽ നമസ്കരിച്ചപ്പോൾ മക്കളെ ലാളിച്ച് അനുഗ്രഹം കൊടുത്ത് എടുക്കാൻ പറ്റിയില്ല. അവർക്കത് ചെയ്യാൻ പറ്റിയില്ല. അവർ അന്തം വിട്ടിങ്ങനെ അയ്യോ ഭഗവാനല്ലേ ഈശ്വരനല്ലേ എന്നുള്ള ചിന്തയിൽ അവർ വന്ദിച്ച് തൊഴുത് നിൽക്കുക ചെയ്തത്. മക്കളോട് അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ? കാരണം എന്താണ്? അവിടെയുള്ള എല്ലാവരും ഭഗവാനോ ഇങ്ങനെ ഭാഗ്യമാണ്. വൃന്ദാവനത്തിൽ അവർക്കെല്ലാം ഭാഗ്യം കിട്ടി. ഇങ്ങനെ ഇത് ഈശ്വരനാണ്, ദൈവമാണ്, ഇതെല്ലാം ഇത്രയെല്ലാം കാര്യങ്ങൾ ഇവിടെ നടത്തി ഈ ലോകത്ത്. അപ്പോൾ അത്ഭുതബാലൻ, അത് പരമാത്മാവാണെന്നെല്ലാവരും അറിഞ്ഞപ്പോൾ അമ്മയും അച്ഛനും കണ്ടപ്പോൾ തന്നെ വന്ദിച്ച് നിൽക്കുന്നു. ഭഗവാനെ ഒന്ന് ലാളിക്കാനോ കെട്ടിപ്പിടിക്കാനോ ഓടിച്ചെന്ന് കണ്ടുകൊള്ളാൻ വയ്യാതെ എത്രയോ നാളുകൂടി കണ്ടതാ, എന്നുവെച്ചാൽ കാണാതിരുന്ന് കണ്ടതാ. അപ്പോൾ ആ ഒരു ലാളന, ആ സ്നേഹം, അവർ പുണർന്നിരിക്കേണ്ട ഒരു സമയത്ത് അവർ വന്ദിച്ച് നിന്നപ്പോൾ ഭഗവാന് മനസ്സിലായി ഇത് പറ്റത്തില്ല, ഇതിനെ മായയാൽ മോഹിപ്പിച്ചേ പറ്റൂ. അമ്മയുടെ അച്ഛൻ്റെ ഈ മനോഭാവം എടുത്ത് മാറ്റണം. അതിന് ഭഗവാൻ എന്തെല്ലാം പറഞ്ഞു? അമ്മയും അച്ഛനെയും നോക്കിയില്ലെങ്കിൽ ഉത്തമനല്ല, അത് മാംസത്തെ പൂജിക്കണം, നരകേ പോകണം. ഇതൊക്കെ പറഞ്ഞപ്പോൾ അമ്മയുടെ അച്ഛൻ്റെ ഉള്ളത്തിൽ നിന്ന് ആ ആത്മീയമായ ഈശ്വരനുള്ള ചിന്ത വിട്ടിട്ട് എന്ത് വന്നു? മാതാപിതാ മോഹിച്ചു. എന്താ? ആഗ്രഹിച്ചു. ഏറ്റവും വേഗേന ചെന്നെടുത്താർ കുമാരന്മാരെ മോദമോടാശേഷവും ചെയ്തവർ മടി തന്നിലിരുത്തി മുകർന്നു ഹർഷാശ്രുക്കൾ നന്നായി വീഴ്ത്തി അഭിഷേകവും ചെയ്തു. ആദ്യമേ കാലിൽ വന്ന് പാദത്തിൽ തൊഴുതപ്പോൾ തന്നെ ഈ അമ്മയ്ക്കും അച്ഛനും ചെയ്യേണ്ട കടമ ചെയ്യാൻ ഒത്തില്ല. ഓടി ചെന്ന് മക്കളെ എന്ന് പറഞ്ഞ് എടുത്ത് ലാളിച്ച് മുത്തം കൊടുത്ത് അനുഗ്രഹം കൊടുത്ത് കണ്ണുനീര് പൊഴിക്കേണ്ട അമ്മയും അച്ഛനാ. പക്ഷെ എന്ത് പറ്റി?
അപ്പോൾ ഈശ്വരനെ കണ്ടതുപോലെ അവർ വന്ദിച്ച് നിന്നുപോയി. ഭഗവാനത് മനസ്സിലായി. അമ്മയ്ക്കും അച്ഛനും എന്താ പറയുക, തെറ്റ് പറ്റിയോ, എന്ത് പറ്റി എന്നൊരു അത് ഭഗവാൻ മനസ്സിലാക്കിയിട്ട് ഭഗവാൻ അവരെ മോഹം കൊടുത്തു. മക്കളാണെന്നും മാതാപിതാക്കളാണെന്നും അവർ ചെയ്യേണ്ട കൃത്യങ്ങൾ എന്തൊക്കെയാണെന്നും ഒക്കെ പറഞ്ഞപ്പോൾ അമ്മയ്ക്കും അച്ഛനും മനസ്സിലായി വേഗന ചെന്നങ്ങ് എടുത്ത് ഇത്രയും പറഞ്ഞപ്പം മാതാപിതാക്കൾക്ക് മോഹത്തെ വർദ്ധിപ്പിച്ചു കൊടുത്തു മായയാൽ. എന്താ ഈ മായ? ഇങ്ങനെ സംസാരിക്കുമ്പം അതാണ് മായ. അതല്ലാതെ അവിടെ ഈശ്വരനായിട്ട് കാണുവാണെങ്കിൽ ഈശ്വരൻ ഈ രീതി സംസാരിക്കത്തില്ല. ഇങ്ങനെ ഞങ്ങൾ മക്കളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യേണ്ട കടമകളൊന്നും ചെയ്യാൻ പറ്റിയില്ല ഈ കംസൻ കാരണം, ഒന്നും കടപ്പാട് വന്നില്ല, ശവശരീരങ്ങളെ പോലെ ആണമ്മേ, അങ്ങനെ ആയിപ്പോയല്ലോ, എന്താ കാരണം? ഈ കംസൻ അതിനെല്ലാം കാരണം. അതുകൊണ്ട് എനിക്ക് മാതാപിതാക്കളെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ഞങ്ങൾക്ക് ശുശ്രൂഷിക്കാൻ പറ്റിയില്ല. ഇതൊക്കെ പറഞ്ഞപ്പോൾ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് തന്നെ അമ്മയും അച്ഛനും വേഗേന ചെന്നങ്ങെടുത്തു ഈ കുമാരന്മാരെ. മോദമോട് സന്തോഷത്തോടെ ആശ്ലേഷവും ചെയ്തവർ മടി തന്നിലിരുത്തി. അവിടെ അമ്മയും അച്ഛനുണ്ട്, രണ്ടുപേരെയും മടിയിലിരുത്തി മുകർന്നു ഹർഷാശ്രുക്കൾ കണ്ണുനീര് കൊണ്ട് നന്നായി വീഴ്ത്തി അഭിഷേകം ചെയ്തു. അവിടെ കണ്ണുനീര് കൊണ്ട് ആ മക്കൾ രണ്ടുപേർക്കും അഭിഷേകം കൊടുത്തു. കണ്ണുനീരാൽ അഭിഷേകം ചെയ്തു കുഞ്ഞുങ്ങളെ. എന്നിട്ട് മോഹമാ വാരിധവും മുങ്ങി ഇടമിടാറ് മോദേന പൂണ്ടു മേവിടുന്നവர்களെ ആമോദമോട് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. ആമയഹീനരാക്കി, വിഷമങ്ങളെല്ലാം പോക്കി, ഹീനം ഇല്ലാതാക്കി. ആമയം വിഷമം, അമ്മയുടെ അച്ഛൻ്റെയും വിഷമങ്ങളെല്ലാം തങ്ങളി ഇത്രയും പറഞ്ഞപ്പോൾ തീർന്നു. അപ്പോൾ അവരെ ലാളിക്കാൻ പറ്റി, മടിയിലിരുത്താൻ പറ്റി, കണ്ണുനീര് പൊഴിച്ചു, മുത്തം കൊടുത്തു, കണ്ണുനീരാൽ അഭിഷേകം ചെയ്തു. ഇതൊക്കെ ചെയ്ത് മോഹമാം വാരിധവും, ഇങ്ങനെയുള്ള വാരിധവും ഇങ്ങനെ ഈ മോഹമാകുന്ന സമുദ്രത്തിൽ മുങ്ങി അവർ. അതാണ് ഈ ലോക ജീവിതം. അത് ചെയ്യാതെ അവർ ആത്മീയത്തിലേക്ക് പോകാൻ പറ്റുമോ? പ്രസവിച്ചാൽ മാത്രം മതിയോ? അവർക്ക് സ്നേഹം കൊടുക്കണ്ടേ? അവരുടെ ഹൃദയത്തിൽ കിടന്ന് പൊടിയത്തില്ലേ? അത് എപ്പോഴെങ്കിലും അത് കൊടുത്ത് തീരാതിരുന്നാൽ അത് ശരിയാവുമോ? അത് ഭഗവാൻ അറിയാം. അതിൻ്റെ കടം തീർക്കണ്ടേ? അതുകൊണ്ട് ആ ഭഗവാൻ അതെല്ലാം ചെയ്ത് മോഹത്തെ അവർ വരുത്തി. അങ്ങനെ മോഹിപ്പിച്ചപ്പോൾ അവരെ യഥാർത്ഥമായ മക്കളായി കണ്ടു. അങ്ങനെ മക്കളായി കണ്ടപ്പോൾ അങ്ങനെ അവർ മോഹമാ വാരിധു ആഗ്രഹമേറുന്ന സമുദ്രത്തിൽ അവർ മുങ്ങി പൊങ്ങി എന്ന് പറഞ്ഞാൽ മുങ്ങി ഇടമിട മോദേന പൂണ്ട് സന്തോഷം കൊണ്ട് അവർ മേവിടുന്ന അവരുകളെ അങ്ങനെ അത്രമാത്രം മുങ്ങി മോഹപ്പെട്ടിരിക്കുന്ന അവരുകളെ പിന്നെ ഭഗവാൻ എന്ത് ചെയ്തു? ആമോദമോട് പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ട് ആമയഹീനരാക്കി അവരുടെ വിഷമങ്ങളൊക്കെ പോക്കി. അവരുടെ അവരുടെ ദുഃഖം, അവർ ഇത്ര നാൾ കാണാതിരുന്ന വിഷമം അതെല്ലാം പോക്കി. മാതൃതാതന ഉഗ്രസേനം എതുരാജനാക്കിക്കൊണ്ട് അതിനുശേഷം ഭഗവാൻ എന്ത് ചെയ്തു? മാതൃതാതന, അമ്മയുടെ അച്ഛൻ, അതായത് മുത്തച്ഛൻ, മാതാവിൻ്റെ അച്ഛനാണ് മാതൃതാതന ഉഗ്രസേനനെ എതുരാജനാക്കിക്കൊണ്ട്, അവിടെ രാജാവാക്കിക്കൊണ്ട് അഗ്രമോദാൽ അഭിഷേകവും ചെയ്തിതം. അങ്ങനെ അദ്ദേഹമായിരുന്നു അവിടുത്തെ രാജാവ്. ഈ കംസൻ രാജ്യഭാരമൊക്കെ ഈ പിടിച്ചു പറിച്ചെടുത്ത് കംസൻ, എന്നിട്ട് ഇങ്ങനെ ഈ ഉഗ്രസേനെ പിടിച്ച് എന്താ പറയുക, ബന്ധനസ്ഥനാക്കിയിട്ട് ചങ്ങലക്കിലിട്ട് വെട്ടം കാണാത്ത മുറി കൊണ്ടിട്ട് അങ്ങ് അടച്ചു ഈ കംസൻ. അപ്പോൾ ഭഗവാൻ ഇവരെയൊക്കെ മോചിപ്പിച്ച് അദ്ദേഹത്തിനെ ഈ ആമയഹീനം എല്ലാവരുടെയും ദുഃഖമെല്ലാം അകറ്റി മക്കളും അമ്മയും അച്ഛനും ഉള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു സന്തോഷ ലഹരിയിൽ അവരങ്ങനെ മുങ്ങി. അതാണ് അത്ര മോദത്തോട് പിന്നെ എന്താ മോഹമാ വാരിധവും വെച്ചാൽ സമുദ്രം പോലെയുള്ള ആ സ്നേഹവും ഒക്കെ അവർക്ക് വന്നു. അച്ഛനും അമ്മയും കുഞ്ഞുങ്ങളുള്ള അത് വന്നിട്ട് എല്ലാ വിഷമവും, അമ്മയുടെ അച്ഛൻ്റെ എല്ലാം വിഷമവും പോക്കി. മാതൃതാതന, അത് വല്യച്ഛനായിരിക്കുന്ന ഈ ഉഗ്രസേനനെ എതുരാജനാക്കിക്കൊണ്ട് അഗ്രമോദാൽ അഭിഷേകവും ചെയ്തിതം. അങ്ങനെ അദ്ദേഹത്തിനെ അവിടെ രാജാവാക്കി. പഴയതുപോലെ കംസൻ അതെല്ലാം എടുത്ത് മാറ്റിക്കളഞ്ഞു. രാജാവായിരുന്ന ഉഗ്രസനെ പിടിച്ച് അടച്ചിട്ടിട്ട് ആ രാജ്യഭാരങ്ങൾ എല്ലാം കംസനങ്ങ് ഏറ്റെടുത്തു. ഭഗവാൻ കംസനെ വധിച്ച് ഇതെല്ലാം ചെയ്തു. എന്നിട്ട് ചൊല്ലി ഞാൻ കൃഷ്ണൻ. അപ്പോൾ ഇത്രയും ചെയ്തിട്ട് ഭഗവാൻ ചൊല്ലുന്നു. എന്താ പറയുന്നത് കൃഷ്ണൻ? ഉഗ്രസേന ഭവാൻ വല്ലഭമുള്ള യദുരാജ കേൾക്കണം. ഭഗവാൻ കൃഷ്ണൻ പറയുന്നു, എന്താ ഉഗ്രസേന, എന്താ മുത്തച്ഛന്നല്ല വിളിക്കുന്നത്, അവിടെ രാജാവാക്കി. അപ്പോൾ പിന്നെ അവിടെ രാജാവാണ്, അവിടെ മുത്തച്ഛനല്ല പിന്നെ. അപ്പോൾ ഉഗ്രസേന ഭവാൻ വല്ലഭമുള്ള യദുരാജ, അത്രമാത്രം ഭംഗിയുള്ള എല്ലാം കൊണ്ടും പുകഴുന്ന ഒരു രാജാവാണ്. വല്ലഭമുണ്ട്, എന്താ അതിനുള്ള ശോഭയോടുകൂടി ആ രാജാവിനോട് വിളിക്കുന്നത്. എതിരാജ കേൾക്കുക, ഞാൻ പറയാം. ഞങ്ങൾ തവ ഭൃത്യരെന്നും അറിയണം, ഞങ്ങൾ അങ്ങയുടെ തവ. അപ്പം ഞങ്ങൾ ഈ മറ്റുള്ളവരെല്ലാം അവിടെ ആരെല്ലാം ഉണ്ട്, അവരും ഈ കൃഷ്ണനും രാമനും എല്ലാം തവ അങ്ങയുടെ, അത് എതിരാജനാക്കിയ ആ ഉഗ്രസേനൻ്റെ ഭൃത്യരെന്നറിയണം, ദാസന്മാരാണ്.
ഞങ്ങളെല്ലാവരും പ്രജകളാണ്, അങ്ങ് രാജാവാണ്, ഞങ്ങൾ അങ്ങയുടെ ഭൃത്യന്മാരാണ്, ഞങ്ങൾ എന്ത് സേവിക്കും, ഞങ്ങളെല്ലാം അങ്ങയെ സേവിച്ച് തന്നെ നിൽക്കും. മംഗളത്തോടെ രാജ്യം പരിപാലിക്കുക, സന്തോഷത്തോടെ മംഗളകരമായി തന്നെ അങ്ങ് ഈ രാജ്യം ഭരിക്കുക. ഞങ്ങൾ അങ്ങയുടെ ദാസന്മാരാണ്, ഭൃത്യന്മാരാണ്. നിന്നോട് എന്നുവെച്ചാൽ ഭഗവാൻ കൃഷ്ണനോടെ ദൈവത്തിൻ്റെ രീതിയിലല്ല. ഒരു കുടുംബം എങ്ങനെയാണ് അമ്മയും അച്ഛനും മുത്തച്ഛനും, അതും മുത്തച്ഛൻ രാജാവാകുമ്പോൾ രാജാവെ തന്നെ ഈ മക്കൾ കാണുന്നു, കൊച്ചുമക്കളെല്ലാം അങ്ങനെ തന്നെ കാണണം. അവിടെ പ്രജകളാണ് പിന്നെ എല്ലാവരും. അത് രാജാവിൻ്റെ ഭൃത്യരുമായിട്ട് തന്നെ അവിടെ നിൽക്കുന്നത്, എന്ത് വേളയിലും സാധിച്ചു കൊടുക്കാനുള്ള ദാസന്മാരെ തന്നെ നിൽക്കുകയാണ് കൃഷ്ണനും രാമനും ഒക്കെ. അതുകൊണ്ട് മംഗളത്തോടെ രാജ്യം പരിപാലിക്കുക, സന്തോഷത്തോടെ ഈ രാജ്യം പ്രജകളെല്ലാം പരിപാലിക്കൂ. നിന്നോട് ആജ്ഞകൾ എന്തെങ്കിലും അത് മന്ദമന്യെ നടത്തിയിടുവർ ഞങ്ങളും. അങ്ങ് എന്താ ആജ്ഞാപിക്കുന്നത് ഈ പൃഥ്വിരാജ് ഞങ്ങളോട്, രാജാവേ അങ്ങ് എന്താ ഞങ്ങളോട് ആജ്ഞാപിക്കുന്നത്, അത് എന്തെങ്കിലും അത് മന്ദമെന്യെ ഒരു തടസ്സവും കൂടാതെ സന്തോഷത്തോടു കൂടി, മന്ദ എന്ന് പറയാൻ അതിന് താമസം കൂടാതെ എത്രയും പെട്ടെന്ന് നടത്തി ഇടുവോർ ഞങ്ങൾ ആജ്ഞാപിച്ച ഒരു രാജാവ് എന്താ കൽപ്പന പുറപ്പെടുവിക്കുക അത് അപ്പോൾ തന്നെ ഞങ്ങൾ സന്തോഷത്തോടെ അത് ചെയ്തിരിക്കും. മുന്നം യയാതി നൃപതി ശപിക്കയാൽ മന്നവ സ്ഥാനമില്ലല്ലോ. യദുക്കൾക്കും മുമ്പ് യയാതി രാജാവ് ശപിച്ചതുകൊണ്ട് മന്നവ രാജാവിൻ്റെ സ്ഥാനം ഇല്ലല്ലോ യദുക്കൾക്ക്. ഭൃത്യനായി ഞാൻ ഭവിച്ചു അതുമൂലമായി. അതുകൊണ്ട് ഭഗവാൻ അവിടെ രാജാവാനുള്ള വിധിയില്ല. കാരണം അങ്ങനെയാണെന്ന് തോന്നുന്നു, എനിക്കതിനെപ്പറ്റി അതിൻ്റെ കഥ എനിക്കറിയില്ല. അതുകൊണ്ട് മുമ്പ് യയാതി നൃപതി, അതായത് യയാതി എന്ന് പറയുന്ന രാജാവ് ശപിച്ചത് കൊണ്ട് ഇവിടെ മന്നവ, അതായത് രാജാവിൻ്റെ സ്ഥാനമില്ലല്ലോ യദുക്കൾക്ക്. ഭഗവാൻ അവിടെ യദുകുലത്തിൽ ജനിച്ച ആൾ. അപ്പം അതുകൊണ്ട് ഭഗവാൻ ഈ രാജാവായി വാഴാനുള്ള വിധിയില്ല. അതുകൊണ്ട് കൃഷ്ണൻ അവിടെ രാജാവാകാൻ പറ്റുകയില്ല, അതാണെന്നാണ് തോന്നുന്നത്. കാരണം ഈ ശാപ മുഖാന്തരം. അതുകൊണ്ട് ഇവിടെ ആരാ ഭരിക്കേണ്ടത്? ഈ ഉഗ്രസേനൻ തന്നെയാണ്. ഇവിടെ രാജ്യഭാരമൊന്നും ഏൽക്കാനുള്ള ശാപം കൊണ്ട് യദുക്കൾക്കില്ല, അങ്ങനെ തോന്നുന്നു. ഭൃത്യനായി ഞാൻ ഭവിച്ചത്. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ ഈ ഉഗ്രസേനൻ്റെ ഭൃത്യനായി ഞാൻ ഭവിക്കും. എന്താണ് ആജ്ഞാപിച്ചാൽ മതി. അവിടുത്തെ ഭൃത്യനാണ്, എന്തും ചെയ്തു തരാനുള്ള സേവകനാണ്, ദാസനാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് കൃഷ്ണനെ നല്ല രാജാവാനൊക്കാത്തതുകൊണ്ട് ഒരു രാജാവിൻ്റെ സേവകനായിട്ട് ദാസനായിട്ട് ഞങ്ങളവിടെ നിൽക്കും. അതുകൊണ്ട് ഭൃത്യനായി അങ്ങയുടെ ഭൃത്യനായി ഞാൻ ഭവിച്ചു അതുമൂലമായി സൽഭക്ത എന്താ സജ്ജനമായിരിക്കുന്ന ഭക്തപ്രിയനെ ഉഗ്രസേനെ സൽഭക്ത നീ നിവരാസനം വാഴുക, ഞാൻ അങ്ങയുടെ ദാസനായി നിൽക്കുക. അതുകൊണ്ട് സൽഭക്ത എന്ന് വെച്ചാൽ എന്താണ്? ഭഗവാന്റെ ഭക്തനാണ് ഉഗ്രസേനൻ. അതുകൊണ്ട് അങ്ങനെയുള്ള നീ നിർവരാസനം വാഴുക, നീ രാജ്യം നന്നായി പാലിക്കുക. ഭഗവാൻ കൊടുത്തതാണ്. ഭൃത്യനായി ഞാൻ ഭവിച്ച അതുമൂലമായി. അപ്പോൾ ഉഗ്രസേനൻ്റെ ഭൃത്യനായിട്ട് ആരാണ്? ഭഗവാൻ കൃഷ്ണൻ. അങ്ങനെ അതുകൊണ്ട് സൽഭക്തത നീ നിർവരാസനം, നീ രാജാവായി ഇവിടെ ഇരിക്കുക, വാഴുക എന്നാണ് ഭഗവാൻ പറയുന്നത്, കൃഷ്ണൻ പറയുന്നത്. ശങ്കിക്ക വേണ്ട, ഭൃത്യനാകും അഹം. ഞാൻ എന്താ അങ്ങയുടെ ഭൃത്യനാകും, അതുകൊണ്ട് ശങ്കിക്ക വേണ്ട, ഒന്നുകൊണ്ടും ഒരു വിഷമവും വേണ്ട. കാരണം ഭഗവാൻ കൃഷ്ണൻ അങ്ങയുടെ ഭൃത്യനാകും. അഹം അതായത് ഞാൻ. ആരാ? കൃഷ്ണൻ. അഹം വെച്ചാൽ ഭഗവാൻ കൃഷ്ണനെ തന്നെ പറയും, ഞാനിവിടെ അങ്ങയുടെ ഭൃത്യനാകും, അതുകൊണ്ട് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. കിങ്കരനായി പോയി വാഴുന്ന കാലത്ത്, അതായത് ഞാനിവിടെ ഇങ്ങനെ കിങ്കരനായി ദാസനായി വാഴുന്ന കാലത്ത് അസുരാദികൾ വന്ദിച്ച് ശങ്കിച്ച് സേവകരായി നിനക്ക് കരവും തരും. അപ്പോൾ രാജാവിന് കരം കൊടുക്കണമല്ലോ. ഇങ്ങനെ ഈ കിങ്കരനായി കൃഷ്ണൻ തന്നെ ഇവിടുന്ന് വാഴുവോളം എന്ത് വരും? ദേവന്മാരും അസുരന്മാരെല്ലാം അങ്ങയെ വന്ദിച്ച് ശങ്കിച്ച് സേവകരായി നിനക്ക് കരവും തരും. ഒന്നും പേടിക്കണ്ട. അതുകൊണ്ട് നന്നായി നിർവരാസനം നീ വാഴുക. പിന്നെ രാജാവിനോട് പറയുവാണ്, മുത്തച്ഛനാണ് രാജാവ്. ഈ കൃഷ്ണൻ അങ്ങയുടെ ദാസൻ ഭൃത്യനാകുന്നിടത്തോളം കാലം ഭൃത്യനായി ഞാൻ ഭവിച്ച അതുകൊണ്ട് അതുമൂലമായി സൽഭക്തത നീ നിർവരാസനം വാഴുക. സൽഭക്ത അത്രത്തോളം ആ ഉഗ്രസേനോട് നല്ല യഥാർത്ഥ നല്ല സജ്ജന, നല്ല ഭക്തൻ, സഭക്ത. അങ്ങനെയുള്ള ഉഗ്രസേനോട് പറയുന്നു, ഞാൻ ശങ്കിക്കൊന്നും വേണ്ട, ഭൃത്യനാകും അഹം, ഞാൻ അങ്ങയുടെ ദാസനാകുന്നു. കിങ്കരനായി ഇങ്ങനെ ഞാനിവിടെ വാഴുന്നിടത്തോളം കാലം ദേവന്മാരും അസുരന്മാരും അങ്ങയെ വന്ദിക്കും. അങ്ങനെ ശങ്കിച്ച് സേവകരായി നിനക്ക് കരവും കൊണ്ടുതരും. അതുകൊണ്ട് ഒന്നുകൊണ്ടും ഭയക്കണ്ട. ആകയാൽ മാനുഷഭൂപതിമാർ നിന്നെ ആദരിപ്പാനൊരു ദണ്ണം ഉണ്ടായി വരാം. അതുകൊണ്ട് മാനുഷഭൂപതിമാർ മനുഷ്യരായിട്ടുള്ള രാജാക്കന്മാരെല്ലാം നിന്നെ ആദരിക്കുകയും ചെയ്യാൻ അതിന് ഒരു വിഷമവും ഉണ്ടാവത്തില്ല. വയസ്സായിപ്പോയെന്നോ ഒന്നും വേണ്ട. കംസനങ്ങ്
കംസനെ വധിച്ചല്ലോ. ഇനി ഇവിടെ ആരെയും പേടിക്കണ്ട, ഞാനിവിടെ അങ്ങയുടെ ദാസനായിരിക്കത്തോളം കാലം ഒന്നും വിഷമിക്കണ്ട. എല്ലാവരും ദേവന്മാരും അസുരന്മാരെല്ലാം കരവും കൊണ്ട് തരും. മനുഷ്യരായിരിക്കുന്ന ഈ രാജാക്കന്മാരും എല്ലാം ഇവിടെ ഉണ്ടെങ്കിൽ അവർ എല്ലാം വന്ന് അങ്ങയെ ആദരിക്കുകയും ചെയ്യും. ആദരിപ്പാൻ ഒരു ദണ്ണം ഉണ്ടായി വരാ, ഒരു കാരണവശാലും ഒരു വിഷമം ഉണ്ടാവത്തില്ല. അവരെല്ലാം വന്ന് ആദരിക്കുകയും ചെയ്യും. ഏവം അരുൾ ചെയ്തിതു ഉഗ്രസേനൻ തന്നോട് വരാം ബന്ധുജന വൃഷ്ണികളെയും അന്ധകവംശജാതന്മാരെയും നിജ ബന്ധുക്കൾ രാജ്യ നഗര ജനത്തെയും മുന്നമേ കംസഭയത്തിനാൽ വേറിട്ട് അന്യരാജ്യത്ത് വാണോർ ജനത്തെയും ഒക്കെ വരുത്തിയിരുത്തി സുഖിപ്പിച്ചു. വസ്ത്രാദി വിത്തങ്ങൾ വേണ്ടത് നൽകി ഞാൻ. അതായത് ഈ കംസനെ ഭയന്ന് അവിടെയുള്ള നാട്ടുകാരെല്ലാം പാവങ്ങളെല്ലാം എവിടോട്ട് പോയി, ഓടി ഒളിച്ച് എവിടേക്കോ മറഞ്ഞു. പിന്നെ ഏവം അരുൾ ചെയ്ത് ഉഗ്രസേനൻ തന്നോട് ഏവരാം ബന്ധുജന വൃഷ്ണികളെല്ലാം അന്ധക വംശജാതന്മാരും ഒക്കെ എന്ത് ചെയ്തു? നിജ ബന്ധുക്കളൊക്കെ രാജ്യ നഗര ജനത്തെയും മുന്നമേ കംസഭയത്തിനാൽ നേരത്തെ കംസൻ അവരെല്ലാം ഭയപ്പെടുത്തിയതുകൊണ്ട് അവരെ വേറിട്ട് ആ സ്ഥലം വിട്ട് അന്യരാജ്യത്ത് വാണോരു ജനത്തെയും അങ്ങനെ എവിടേക്കോ ഒളിച്ചു പോയി താമസിക്കുന്നതൊക്കെ ഭഗവാൻ എന്ത് ചെയ്തു? ഒക്കെ അവരെല്ലാം വരുത്തി തിരിച്ചു വിളിച്ചു. എവിടേക്കോ പോയി ഈ കംസനെ ഭയന്ന്. അപ്പോൾ നമ്മൾ ആലോചിക്കണം, കംസൻ മുഖാന്തരം എത്രയോ ജനങ്ങൾ അവിടെ കഷ്ടപ്പെട്ടു. ഇന്നും ലോകത്ത് എവിടേക്കോ ചില രാജ്യങ്ങളിങ്ങനെ ഇല്ലേ, കടത്തി വിടുന്നു, രാജ്യത്തിൽ നിന്നൊക്കെ ഇറക്കി വിടുന്നു. ഇതൊക്കെ തന്നെയാണ് അന്നുകൊണ്ട് ഇന്നുകൊണ്ട് എപ്പോഴുണ്ട്. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ഉഗ്രസേന രാജാവാക്കിയിട്ട് കംസനെ ഭയന്ന് എവിടേക്കോ ഒളിച്ച് രാജ്യം വിട്ട് പോയവരെയൊക്കെ ഭഗവാൻ വരുത്തി ഇവിടെ സുഖമായി സുഖിപ്പിച്ച് വസ്ത്രാദി വിത്തങ്ങളും എല്ലാ ധനവും വസ്ത്രവും എല്ലാം അവർക്ക് കൊടുത്ത് സുഖമായി സുഖിപ്പിച്ചു. നമുക്കിനി അടുത്ത പ്രാവശ്യം വായിക്കാനില്ല, ബാക്കിയുണ്ട്, കുറച്ചുകൂടെ ഉണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം ഹരി ഓം ഹരി ഓം.